chasing trails in firelight. I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലെ ആരംഭിക്കുന്നു അതിൻ്റെ ആവശ്യങ്ങളെ ജീവിതത്തിൽ
ഭർത്താക്കന്മാരെ ക്രിസ്തു
തറയോ ചുഴയോ കുറവുകളോ ഇല്ലാത്ത അമൃതഭൂമിയായി തന്നെ പ്രദർശിക്കുന്നത് അവൾ വളരെയധികം പ്രസിദ്ധിയായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്നതുപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. മൂന്നാം ദിവസം പിള്ളയെ കാനായിൽ ഒരു വിവാഹത്തിൽ നടന്നു. യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കുകയായിരുന്നു. അവിടെ വീതി തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, ഇത് സമയം ഇനിയുമായിട്ടില്ല. അത് അമ്മ പെരിച്ചാരോട് പറഞ്ഞു, നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നയിക്കുന്ന 6 കൽപ്പനകൾ അവർക്കായിരുന്നു. ഓരോന്നിനും 2-3 അളവുകളായിരുന്നു. പന്നികളിൽ വെള്ളം നദിക്കുന്ന യേശു നമുക്ക് കൽപ്പിച്ചു. അവരെല്ലാം ഉറപ്പോടെ നിറച്ചു. ഈ പകർന്ന് വെള്ളപ്പാനെടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലപ്രകാരന് വീഞ്ഞായി മാറിയ ആ വെള്ളം നിരീക്ഷിച്ച് നോക്കി അത് എവിടുന്നാണെന്ന് അവർ അറിഞ്ഞില്ല. വെള്ളം കൂരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. മൺമടവാളിനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേത്തരം വീഞ്ഞാക്കി മുടക്കുന്നു. അരികൾക്കരയിൽ പിടിച്ചു കഴിയുമ്പോൾ കാണുന്നത് നീ നല്ല വീഞ്ഞിൽ സൂക്ഷിച്ചിരിക്കുന്നല്ലോ. യേശുവിന്റെ മഹത്വം എഴുതുന്നത് ബോധിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലിലായയിൽ കാനായിൽ ചെയ്ത ഈ രക്തം. ശിഷ്യന്മാർ വിശ്വസിച്ചു. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന സൈനാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഇവിടെ സ്നേഹം ഇവരെ ഈ അവസരത്തിൽ പട്ടികൾക്കൊക്കെ ഇവിടുത്തെ മാതാപിതാക്കളെ സ്നേഹമാർ സഹോദരന്മാരെ ഇന്ന് ക്രിസ്ത്യാനിത്വത്തിൽ ക്രിസ്ത്യാനിയുടെ വിവാഹത്തെ പറ്റിയുള്ള സന്ദേശങ്ങൾ കേട്ടു. അതിനുശേഷം കാനായിൽ വായിച്ചു കേട്ടു. എന്താണെന്നോ കുടുംബജീവിതം എന്താണെന്നോ അതിൽ ഞാൻ വിശദമായിട്ട് ദൈവശാസ്ത്രങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ല. കാരണം ചെറുപ്പത്തിലും അതൊക്കെ കുടുംബത്തിൽ ജീവിച്ച് കണ്ട് പഠിച്ച് ഒരുപാട് ക്ലാസ് പഠിച്ച് ഒരുങ്ങി ശേഷമാണ് അതിലാക്കിയത്. ദൈവശാസ്ത്രം പഠിക്കുന്നത് കൃത്യമായിട്ട് പോലീസിയ അധികാരികളൊന്നും ഉദാഹരണം എന്നത് ഒരു ഭാഷയാണ്, ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഇതിനെക്കുറിച്ച് വഴി വരാൻ പല സഹായം പറ്റുന്ന ഒരു നോക്കിയത് നമ്മുടെ എല്ലാം മാർഗത്തെയോ അതിനെ മാറ്റിയിട്ട് അതൊന്നാക്കിക്കൊണ്ട് പ്രകാരവും അവർ ദേശീയ പ്രവൃത്തി ചെയ്യുന്ന
ആ സന്തോഷത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തോട് ഐക്യപ്പെടുന്നത് നമ്മളോട് നമ്മളെ ഐക്യപ്പെടുത്തുന്ന വിശാഖനാരെ എന്ന് പറയുമ്പോൾ എല്ലാ ദൈവത്തെ അതിനാണ് ദൈവം മനുഷ്യനായ അറിവുകൾ നമ്മുടെ ജീവിതത്തിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വലിയ ബിസിനസ്സിൻ്റെ തങ്ങളുകൾ ഞാൻ ആശ്രയിക്കുകയാണ്. ഈ വിവാഹം ഈശ്വര വരവുമായിട്ട് വേണ്ടി പറയുകയാണ്. സ്നേഹത്തിലുള്ള ആവശ്യമാണ്. സ്നേഹത്തിന് ആ സ്നേഹത്തിൽ ആ സ്നേഹത്തിൽ അവരുടെ ജന്മം കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ആശയമാണ്. ആ ഭാഷ സ്ഥിതിക്കുന്ന അവസരത്തിൽ ആവശ്യമായിട്ടുള്ള ആ മാതൃകയിൽ ഈശോ സഭയെ സ്നേഹിച്ചിട്ടുണ്ട്. സഭ ഈശോയെ സ്നേഹിക്കുക. ഈശോ സഭയെ സ്നേഹിക്കുക. സഭ വിശ്വസിക്കുക. കർത്താവ് വിശ്വസിക്കാനും കാര്യം സഭ അവർ തമ്മിൽ തമ്മിലുള്ള ആ സ്നേഹമാണ് അടുക്കുന്ന യോജിപ്പിക്കാണ് പ്രാർത്ഥിക്കുക എന്നത് സ്നേഹമാണ് ഈ ഉദാശയുടെ അടിസ്ഥാനം. ഈ ഉദാശാടിസ്ഥാനങ്ങളിൽ സ്നേഹമാണ് സ്നേഹം ദൈവത്തിൻ്റെയാണ് സ്നേഹം. സ്നേഹം വിസ്താരമായ ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ സ്നേഹം. സ്നേഹം നമ്മളുമായിട്ട് പതിച്ചിട്ടാണ് ഉദ്ദേശിച്ചത്. സ്നേഹത്തിൻ്റെ ഉദാശയം സ്നേഹം കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്ന സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കൊടുക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണ് സ്നേഹിതാവാണ് കൊടുത്തത്. ചായയും സാധിച്ചും സ്നേഹം കൊടുക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ അച്ഛനെങ്കിലും വീണ്ടും ആ സ്നേഹത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ് കൊടുക്കുന്ന സ്നേഹം പഠിച്ചപ്പോൾ ഈശോ സ്വർഗത്തിലുള്ള സാധനം എല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് സ്വന്തം നമുക്ക് വന്നുകൊണ്ട് നമ്മുടെ ദൈവം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ കൊടുക്കാൻ വന്നപ്പോഴാണ് ദൈവത്തിലേക്ക് കൊച്ചു വലുതാൻ അവരുടെ 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 സഹനം വീട്ടിൽ എന്നാൽ ഈ ജീവിതത്തിൽ മാത്രം കഴിച്ചു പോകുന്നത് അത് പറഞ്ഞത് അടയാളമാണ്. സ്വന്തം തൊഴിലാണ് ആ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ദൈവ സ്നേഹത്തിൻ്റെ ഏറ്റവും ഗുണമായിട്ടുള്ള പ്രകടമായ ഭരണം വഴിയാണ് നമ്മൾ കൊടുക്കാറുള്ള ഏറ്റവും വലിയ നമ്മുടെ ജീവനാണ്. സഹോദരൻ്റെ ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമാണ്. ആ സ്നേഹമാണ് കുടുംബ സ്നേഹിച്ചത്. ആ കുടുംബ സ്നേഹത്തിലാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. അപ്പോൾ എനിക്ക് തുടങ്ങിയിട്ടുണ്ടാവും കൂടുതലും കൂടുതലും നോക്കി കൊടുക്കാൻ സാധിക്കും. അതുപോലെ കൊടുക്കാൻ സാധിക്കുന്നില്ല. വിവാഹം സന്തോഷം ചെയ്യുന്നത് ഈ കൊടുക്കൽ എന്നതിനുള്ള സന്തോഷമാണ്. കൊടുക്കുന്നത് അതിപ്പോൾ സന്തോഷം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പോകും. സന്തോഷമുണ്ടോ അപ്പോൾ വരും സന്തോഷമുണ്ടായി
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹങ്ങളുടെ ഉദാശവൈകുന്നതിരാകുന്നവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനമാകുന്ന ആത്മീയനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് മാതൃകാപരമായി കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുദ്ധി പങ്കുകാരാകുവാൻ വെച്ച് തന്റെ സാന്നിധ്യത്താൽ മധുബലമായ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന ജീവിതം ഭീകരമായി നയിക്കുവാൻ ഇവിടെ അനുഗ്രഹിക്കണമേ. സമാധാനം ഇവരിൽ നിറയുകയും നിങ്ങളുടെ യഥാർത്ഥ വാഗ്ദാനം ചെയ്യുന്ന വിപരീതം മുഴുവൻ ഒഴിവാക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരനെ, ഈ വധൂവരന്മാർ വിവാഹങ്ങളുടെ കൂദാശയാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ വ്യക്തിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ വ്യക്തികളുടെ പരികരണം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. സുഖമായി എന്നെ ചെയ്യണമേ. ശരിയായ അറിവോടും സുന്ദരമായ മനസ്സോടും പൂർണ്ണമായ സമ്മതം കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിലെത്തുവാൻ പാടുള്ളൂ എന്ന് വിവാഹ നിശ്ചയം രഹസ്യമായി പ്രതീക്കുവാൻ അവസരമാണ്. നിയമവും ഇസബയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഭാഷയിലൂടെ നീതിയെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ നിശ്ചയ നിയമവും സംഘടനകളുമനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ ജോൺ ഫിലിപ്പോസിനെ നിയമമായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ വാഗ്ദാനങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ ഗാഡിയെയും മേരിയെയും ആസ്വദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ. ജോസഫ് മിശിഹായുടെ നിയമവും ഇസബയുടെ നടപടിയും അനുസരിച്ച് സ്വന്തം മനസ്സോടും ഗുണമായ സമ്മതത്തിനും കൂടി കൊച്ചുതരസ്യായ നിന്റെ ഭാര്യയായി നിശ്ചയിക്കുമ്പോൾ കൊച്ചുതരസ്യ മിശിഹായുടെ നിയമവും ഇസബയുടെ നടപടിയും അനുസരിച്ച് സ്വന്തമായ മനസ്സോടും ഗുണമായ സമ്മതത്തിനും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി നിശ്ചയിക്കുന്നു. നിങ്ങൾ വിവാഹബന്ധങ്ങൾ സാക്ഷികളാണെന്ന്
നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ എണ്ണമായി പരസ്പരം വലുതേറും ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങളുടെ വാക്യത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വലുതായി സ്നേഹിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വലുതായി ബന്ധിപ്പിക്കുന്ന ഈ താഴെ ദയാപൂർവം ആസ്വദിക്കണമേ. ഐക്യത്തിന്റെ പ്രത്യേകമായ ഈ താഴെ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ഇതിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതം നൽകി കുരിശ് ഒരു ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വാസതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസതയുടെയും അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മൂല്യങ്ങളെ ആസ്വദിക്കണമേ. നാമത്തിൽ ജനിക്കും. കൃപാവരത്തിന്റെ അനിശ്ചിതവശത്താൽ മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാര്യങ്ങളായ കർത്താവെ, ഈ മന്ത്രകോടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമാരെ എത്തിക്കണമേ. നിന്റെ പരിപാടിയായ പരിശുദ്ധ സഹായത്തെ മുഖത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവ് ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് മഹത്വത്തിന്റെ വസ്ത്രമണിക്കുവാൻ ചെയ്യുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരിസ്ഥിതി സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചുകൊണ്ടാണെന്ന് സുശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും വിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. എപ്പോഴും നിങ്ങളുടെ പകർത്താവും സന്തുഷ്ടമായിരിക്കട്ടെ. ജീവിതത്തിലെ ആ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾക്ക് തരട്ടെ.
ജീവനുകൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധമാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ കുഞ്ഞിനെയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ശിശുകർമ്മത്തിൽ അവരെ പങ്കാളികളാക്കി ചെയ്ത വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാശയാൽ നിങ്ങളുമായ സ്നേഹത്തിനും സ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവിടുന്ന് നിങ്ങളെ കാത്തിരിക്കാനിക്കട്ടെ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തനാകട്ടെ. സദാ സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂടായ്മയിൽ നിങ്ങളുടെ കുടുംബം ജീവിതത്തിലാകട്ടെ. ജീവിതം അവിടുന്ന് ഐശ്വര്യമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സുലഭമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. സംഗീത മലയാളികളും ബഹുമാനവും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. സമ്പരിക്കാരായ ഞങ്ങളെയും ഈ കുടുംബത്തിൽ ഉയർന്നായ എല്ലാവരെയും ദൈവം ആശ്വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Holding on through all the years, looking back brings me to tears. Oh, I wanna see this through. All I know is how I feel, and all I want is what is real. Oh, I'm gonna stand by you. Even on your darkest days, you know that I will never change. Oh, I will love you the same. Oh, I will keep you safe for all my life. And you will have my heart for all of time. Even on your darkest days, you know that I will never change. Oh, I will love you the same. Oh, I will love you the same. Tell me how the tables turned, how I've grown from lessons learned. Oh, I'll keep faith in you. വിവാഹ നിശ്ചയമാണ്. ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ ചേരാൻ ചേർന്ന മുഴുവൻ പേരെയും ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വന്ദേഹം ചിന്മയരൂപം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരകം ദ്രുതഗാനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരകം ദ്രുതഗാനം മധുരമുരളി ഉണര് പ്രണയ ഹരിത കവിത ഉണര് മനസ്സു നിറയും മധുര ഹരിത മത മഹോത്സവം വരദീനകൾ തിരുവാണികൾ മതമൊടു തിരുവടി തൊഴുതട ശ്രുതി കേരള പരിമോ
മൃദുചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടർകരഞ്ഞ വേദി മംഗളാരവം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടർകരഞ്ഞ വേദി മംഗളാരവം ദ്രുതതാളം. ഗുഡ് ഈവനിങ് ഓൾ. ദേവാലയത്തിലെ അനുഗ്രഹീത ചടങ്ങുകൾക്ക് ശേഷം നമ്മുടെ വധൂവരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വേദിയിലേക്ക് ആദ്യം എത്തിച്ചേർന്നിരിക്കുന്നത് just the third couple, to be married couple, നേഹ ആൻഡ് ജോണി. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനമാണിന്ന്. ഇവർ ഒന്നിച്ച് ജീവിക്കുവാനെടുത്ത തീരുമാനം നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ പരസ്യമായി പ്രഖ്യാപിച്ച ഈ ദിവസം, ഈ സന്തോഷത്തിൽ on behalf of everyone gathered here, I wish you all the very best. Neha, our beautiful bride Neha Mary ഒഴക്കനാട്ട് മിസ്റ്റർ ബാബുവിൻ്റെയും ഷേർലി ബാബുവിൻ്റെയും മൂത്തപുത്രിയാണ്. പ്രൊഫഷണലി നേഹ PR കൺസൾട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്റർ കൂടിയാണ്. DC ബുക്സിന് വേണ്ടി ഇതിനകം ഒരു 4 ബുക്കുകൾ നേഹ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ജോണി, അച്ഛന്ന് നമ്മൾ വിളിക്കുന്ന ജോണി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ജോണി നെതർലാൻഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെതർലാൻഡ്സ് പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീം ആൻഡ് വോളിബോൾ ടീം മെമ്പർ കൂടിയാണ്. ജോണി പീരുമേട് തൈപ്പറമ്പിൽ മിസ്റ്റർ ജേക്കബിൻ്റെയും മറിയാമ്മ ജേക്കബിൻ്റെയും പുത്രനാണ്. ഒരു സഹോദരി കൂടിയുണ്ട്. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും എത്രയും സ്നേഹത്തോടെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നേഹയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഇത്രയും ഞാൻ പറഞ്ഞത് ഇവരെ കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ ഇൻട്രോയാണ്. ഇൻഫോർമലി പറയുകയാണെങ്കിൽ നേഹയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫാമിലിയിലെ ഏത് പ്രോഗ്രാമിൻ്റെയും ഒഫീഷ്യൽ ആങ്കർ നേഹയാണ്. ദ മാസ്റ്റർ ഓഫ് സെറിമണി എപ്പോഴും നേഹ തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെയും മാസ്റ്റർ ഓഫ് സെറിമണി നേഹയാണ്. ആദ്യം നേഹയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി തുടർന്ന് പ്രോഗ്രാം മുന്നോട്ട് നയിക്കുന്ന മാസ്റ്റർ ഓഫ് സെറിമണിയായ നേഹയ്ക്ക് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് മുത്തേജി. ഈ വൈകിയ വേളയിലും നിങ്ങളുടെ ഏവരുടെയും മഹനീയ സാന്നിധ്യം ഞങ്ങളുടെ മനസ്സിനെ സന്തുഷ്ടമാക്കുന്നു, നിറഞ്ഞതാക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ അയൽപക്കക്കാർ, നാട്ടുകാർ, പപ്പയുടെയും മമ്മിയുടെയും ഫ്രണ്ട്സ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സ്, അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങളുടെ എൻ്റെ അനിയൻ്റെ വിവാഹവും ഞങ്ങളുടെ മനസ്സമ്മതവും ആശീർവദിച്ച ബഹുമാനപ്പെട്ട വലിയമറ്റം പിതാവിനും ഫ്രാൻസിസ് അച്ഛനും വിജോയ് അച്ഛനും വിനോദ് അച്ഛനും ഞങ്ങളുടെ അതിയായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഭയങ്കര ഉറങ്ങിയ പോലെ നിൽക്കുന്നത്, ടയേർഡായിട്ടുണ്ടെന്ന് അറിയാം. ഫുഡ് കഴിച്ചോളൂ. അപ്പം ആ സമയത്ത് ഇപ്പം ഞങ്ങൾക്ക് 2 ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെയും കേക്ക് കട്ടിങ് ആണ് നടത്താൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത് എൻ്റെ പപ്പായും മമ്മിയാണ്. ഇപ്പം രണ്ടുപേരും ഇവിടെ വളരെ ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടു. പപ്പയും മമ്മിയും വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പപ്പ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. മമ്മി അതോടൊപ്പം ഞങ്ങളുടെ ചെറിയ കാര്യത്തിലും വലിയ ശ്രദ്ധ നൽകി ഞങ്ങളെ നോക്കുന്ന ഞങ്ങളുടെ പപ്പയും മമ്മിയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അച്ചുചേട്ടായിയുടെ അമ്മയാണ്. അച്ചുചേട്ടായിൻ്റെ അമ്മ മറിയാമ്മ ജേക്കബ്. അമ്മേനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചേട്ടായിക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ചേച്ചിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ചേച്ചി കല്യാണത്തിന് എത്തിച്ചേരും. അപ്പം
ചേച്ചി ഇന്നില്ലാത്തത് ഞങ്ങളുടെ വലിയൊരു സങ്കടമാണ്. പക്ഷേ കല്യാണത്തിന് ചേച്ചി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ എൻഗേജ്മെന്റ് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പം ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് രണ്ടുപേരുടെയും കൂടെ സാന്നിധ്യം ആവശ്യമാണ്. അത് എൻ്റെ മമ്മിയുടെ അമ്മച്ചിയും പപ്പയുടെ അമ്മച്ചിയുമാണ്. അപ്പോൾ രണ്ടുപേരെയും വേദിയിലേക്ക് അവരുടെ കെയർ ടേക്കേഴ്സ് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Even on my darkest days, I know that you will never change. Oh, I will love you the same. Oh, I will keep you safe for all my life. And you will have my heart for all of time. Even on your darkest days, you know that I will never change. Oh, I will love you the same. ഇവിടെ എൻ്റെ ഉണ്ണിയും സ്നേഹയും കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഉണ്ണിയെയും സ്നേഹയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Even on your darkest days, you know that I will never change.
എൻഗേജ്മെന്റും ഈ വെഡിങ്ങും ഒരുമിച്ച് വന്നത് എൻ്റെ ഉണ്ണിയുടെ ഈ ഔട്ട്ഫിറ്റ് പോലെയാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി എടുത്ത ഔട്ട്ഫിറ്റാണ്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ബ്ലാക്ക് ആയി. അതുപോലെയാണ് എൻ്റെ എൻഗേജ്മെന്റും ഉണ്ണിയുടെ വിവാഹവും ഒരുമിച്ച് നടക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ആള് ഞാനാണ്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ആദ്യ കുർബാന ഒന്നിച്ചു വെക്കാൻ പറ്റാത്ത വിഷമം ഉണ്ണിക്ക് ഉണ്ടായിരുന്നു. ഉണ്ണി ഒരു പരിഭവം വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഈ രണ്ട് സെറിമണിയും ഒന്നിച്ചു വെക്കുന്നതിൽ ആ പരിഭവം ഞാൻ തീർത്തിരിക്കുന്നു. ഉണ്ണി, ഐ ലവ് യു സോ മച്ച്. ഞങ്ങള് രണ്ടുപേരും ചെറുപ്പം മുതലേ മീൻ മേടിക്കാനും പഴപൊരി മേടിക്കാനും ഒന്നിച്ച് പോയിക്കൊണ്ടിരുന്നവരാണ്. ഇനി ഉണ്ണിക്ക് മീൻ മേടിക്കാനും പഴപൊരി മേടിക്കാനും സ്നേഹയുടെ കൂടെ പോകാം, എനിക്ക് അച്ഛച്ചേട്ടയുടെ കൂടെയും പോകാം. ഞങ്ങൾ ആക്ച്വലി നല്ല ഞങ്ങൾ 1 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ വി ആർ ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ്. നല്ല അടി ഉണ്ടാക്കും, അതുപോലെ നല്ല സ്നേഹമാണ്. ഇന്ന് ഉച്ചയ്ക്കും കൂടെ ഒരു വഴക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ വഴക്കായിട്ടാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി സോറി പറഞ്ഞു. അങ്ങനെ യൂഷ്വലി ഞാൻ സോറി പറയാത്തതാണ്. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് പരിഭവം തോന്നിയിട്ട് ഞാൻ ഉണ്ണിയെ ഞാൻ ഉണ്ണിയോട് സോറി പറഞ്ഞു. അപ്പൊ സ്നേഹനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണിക്ക് സ്നേഹനെ അറിയുന്നേക്കാളും മുന്നേ എനിക്ക് സ്നേഹനെ അറിയാം. പക്ഷെ ഇവരുടെ ഇടയിലെ കണക്ഷൻ ഞാനല്ല. ഇത് എങ്ങനെയോ സംഭവിച്ചതാണ്. എനിക്കറിയത്തില്ല എങ്ങനെ എവിടുന്ന് തുടങ്ങിയെന്ന് അവരെന്നോട് പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ സ്നേഹനെ എനിക്ക് 14 വർഷങ്ങളായിട്ട് അറിയാം. ഉണ്ണിക്ക് 13 വർഷങ്ങളായിട്ട് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ സ്നേഹയുടെ ഫാമിലിനെയും എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് അറിയാം. മിൽസൺ അങ്കിളും മിൽസി ആന്റിയും. അപ്പൊ മിൽസൺ അങ്കിളിനെയും മിൽസി ആന്റിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടുപേരും വേദിയിലേക്ക് കേക്ക് കട്ടിങ്ങിന് വേണ്ടി കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Trying to find a song and write it all night long, and write it all night long. I'm trying to find my feet, but I can barely breathe. I can barely breathe. 'Cause you don't know what it means to me. You don't know what I believe. You don't know what it means to me. You don't know what I wanna be.
रात का है अपना मजा, आ यार मस्ती में तू झूम जा। इस रात का है अपना मजा, आ यार मस्ती में तू झूम जा। बैठा है क्या सीटी बजा, लुंगी पकड़ के जरा घूम जा। ये डांस तेरा देख देख झटके लगे तेज तेज दिल सबका धक धक करे। रंट लगा रे, मना चाह तो सबको करंट लगा रे। रंट लगा रे, मना चाह तो सबको करंट लगा रे। तुमका मेरा एक्सीलेंट लगा रे, मना चाह तो सबको करंट लगा रे। अपने बोलना मची कन्या की कन्या चढ़ी कुंडले उन्नत ना सुधरे हमला कन्या मरे कन्या मरे तो बॉडी कनो चली गाड़ी। शोर शोर दिल सबका धक धक करे। सबको करंट लगा रे, रंट लगा रे, सबको करंट लगा रे। तुमका मेरा एक्सीलेंट लगा रे, नाचा तो सबको करंट लगा रे।
the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. Yeah, I'll let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? I'll let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more.